നമസ്കാരം. സർപ്പദോഷ ശാന്തിക്കും രാഹുർദോഷ ശാന്തിക്കും വേണ്ടി ചെയ്യാവുന്ന പ്രാർത്ഥനയും പൂജാരീതിയും ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ വിവരിക്കുന്നു. നമ്മളിൽ പലരും സർപ്പദോഷം കൊണ്ടും രാഹുർദോഷം കൊണ്ടും ബുദ്ധിമുട്ടുന്നവരാണ്. ദാരിദ്ര്യ ദുഃഖം, വിവാഹ തടസ്സം, സന്താനഭാഗ്യമില്ലായ്മ, വിഷഭയം, അപകടഭീതി, ത്വക്ക് രോഗങ്ങൾ എന്നിവ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകളിൽ ഇവയിൽ നിന്നെല്ലാം മുക്തി നേടാനും നമുക്ക് ചെയ്യാവുന്ന ഒരു പൂജാരീതിയും പ്രാർത്ഥനയുമാണ് ഞാൻ പങ്കുവയ്ക്കുന്നത്. എൻ്റെ ഗുരുകാരണവന്മാർ പകർന്നു നൽകിയ ജ്ഞാനം മനുഷ്യകുലത്തിൻ്റെ നന്മയ്ക്കായി പങ്കുവയ്ക്കുന്നു. സർപ്പദോഷത്തിൽ നിന്നും രാഹുർദോഷ ശാന്തിക്കായും ചെയ്യേണ്ടത് എല്ലാവരും വീടിൻ്റെ അടുത്തുള്ള ക്ഷേത്രത്തിൽ ആയില്യ പൂജയ്ക്ക് നൽകാവുന്നതാണ്. അതുപോലെ പ്രാധാന്യമാണ്, അല്ലെങ്കിൽ സർപ്പങ്ങൾ പെട്ടെന്ന് പ്രസാദിക്കുന്ന ഒരു വഴിപാടാണ് പഞ്ചമി ദിവസം 100 പാലും സർപ്പക്കാവിൽ സമർപ്പിക്കുന്നതും. അതിനോടൊപ്പം നല്ലെണ്ണ അഭിഷേകം, പാലഭിഷേകം, മഞ്ഞൾപ്പൊടി തൂവുന്നതും അതിഉത്തമമാണ്. ഇത് ചെയ്യുമ്പോൾ ശരീരവും മനസ്സും ശുദ്ധമായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. പൂജാവേളയിൽ ഓം നാഗരാജായ നമ, ഓം നാഗേശ്വരായ നമ, ഓം നാഗന്യകായ നമ എന്നിവ ജപിക്കേണ്ടതാണ്. ഇങ്ങനെ ചെയ്താൽ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ബാധിച്ചിരിക്കുന്ന നാഗദോഷവും രാഹുർദോഷവും വിട്ടുമാറുന്നതാണ്. സർവശക്തനായ ഈശ്വരൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ വീഡിയോ ഇഷ്ടമായാൽ, ഉപകാരപ്രദമെന്ന് തോന്നിയാൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യുക. ഷെയർ ചെയ്യാനും ഓർമ്മിപ്പിക്കുന്നു.